ഈ വാഹനവുമായി ബന്ധപ്പെട്ട് കണ്ടവരെല്ലാം പറയുന്നത് റൂട്ട് മൊത്തം നമ്മൾ ക്യാമറാസ് എക്സാമിൻ ചെയ്യുന്നുണ്ട് സാർ. എല്ലാ റൂട്ടിലും ക്യാമറ പരിശോധിക്കുന്നത്. അതുകൂടെ ദൃക്സാക്ഷികൾ പറയുന്ന വണ്ടി ആദ്യം തന്നെ മദ്യപിച്ച നിലയിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഒരു റാഷ് ഡ്രൈവിംഗ്, ഡ്രങ്കൻ ഡ്രൈവറാണ് മൊത്തം. തുടക്കത്തിൽ തന്നെ അവർ മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത് രണ്ടുപേരും. ആരാണ് മാറി മാറി ഓടിച്ചത് ക്യാമറ എല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇവരെ കണ്ട ആളുകൾ, വണ്ടി കടന്നുപോയ ആളുകൾ പറയുന്നത് ഈ വണ്ടി മദ്യപിച്ച് തന്നെയാണ് തുടക്കം തൊട്ട് ഒരു വളരെ റാഷായിട്ടാണ് വണ്ടി ഓടിച്ച് വന്നതെന്ന് പറയുന്നത്. ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ച് DC ഒരു ഓപ്പറേഷൻ നടത്തും. കാരണം അത് നമ്മൾ എല്ലാ സ്ഥലത്തും വിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് കൂടുതലും ഇപ്പോൾ നമ്മൾ വിട്ടത്. പക്ഷേ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെയും കൂടി വെച്ച് ഒരു രാത്രി പരിശോധന TCയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ അവൈലബിൾ, പകൽ ഓഫീസുണ്ടെങ്കിലും അവരെ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ട് രാത്രിയിൽ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് നമ്മൾ ഈ ഹൈവേയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഈ ലൈൻ ട്രാഫിക് പാലിക്കുന്നില്ല. ഇപ്പം നമ്മൾ വെറുതെ ഒരു ഈ ലൈനുള്ള ഇപ്പം 4 വരി പാത അല്ലാത്തൊരു സ്ഥലത്ത് കണക്കെടുക്കും. നിങ്ങൾ തന്നെ ഇവിടുന്ന് കൊട്ടാരക്കര ഭാഗത്തേക്ക് MC റോഡിൽ യാത്ര ചെയ്യണം. രാത്രി പോയി കഴിഞ്ഞാൽ, രാത്രി എന്നല്ല പകലെന്നില്ല, എല്ലാവരെയും നടുവിലുള്ള, ഇന്നലെ ഒരു ഡിസ്കഷൻ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ നടത്തിയതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറും എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു ആലോചന നടത്തി. കാരണം വെച്ചാൽ ഈ എല്ലാ വണ്ടികളും, റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മീഷണറും ഉണ്ടായിരുന്നു. ഞങ്ങളിത് സംസാരിച്ച പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ ലംഘിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് MC റോഡിൽ കൂടെ പോയാൽ തന്നെയും 2 വരിയേ ഉള്ളെങ്കിലും ആ എല്ലാ വണ്ടിയും ഈ ലൈൻ ക്രോസ് ചെയ്ത് വരികയാണ് റൈറ്റ് സൈഡിലേക്ക്. പല വണ്ടികളും വണ്ടിയുടെ വലതുവശത്തെ വീല് ലൈനിൽ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പറഞ്ഞൊരു പോലീസിലെ ഡ്രൈവർ അദ്ദേഹത്തോട് പണ്ട് പറഞ്ഞു, സാർ ഇങ്ങനെയാണ് സിനിമയിലൊക്കെ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ഈ വരയിൽ കൂടെ പോകണമെന്നാണ്. ഈ വര മുറിച്ച് കിടക്കരുതെന്നുള്ളതല്ല അവരത്. അത് എല്ലാവരും ഈ 2 ലൈൻ വലിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. 2 ലൈൻ ക്രോസ് ചെയ്യാൻ പാടില്ലെന്നാണ്. ആ 2 ലൈനും ക്രോസ് ചെയ്തിട്ട് സിംഗിൾ ലൈൻ വലിച്ചതും ക്രോസ് ചെയ്യാൻ പാടില്ല. അതെല്ലാം ക്രോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഏത് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാം ഇത്തരത്തിൽ കയറി വരും. അപ്പോൾ ഞങ്ങളൊരു പദ്ധതി ഇറക്കിയിരിക്കുന്നത്, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വന്തം കാറിലോ അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വണ്ടിയിലോ ഒരു ഡാഷ് ക്യാമറ വയ്ക്കാൻ പോകണം. ആ ഡാഷ് ക്യാമറ ഉപയോഗിച്ച് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആൾ ഈ ലൈൻ ട്രാഫിക്ക് ലംഘിച്ച് വലത്തുവശം കയറി വരുമല്ലോ, റോങ് സൈഡിലേക്ക് കയറി വരുന്നുണ്ട്, ലൈനിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്തതിന് ശേഷം അവർക്ക് ഫൈൻ അയച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് എടുത്തിരുന്നു. കാരണം വളരെ ഫാസ്റ്റായിട്ട്, പ്രത്യേകിച്ച് ശബരിമല സീസണായി കഴിയുമ്പോൾ നമ്മൾ വളരെ സാധാരണ, ഞാൻ കൊട്ടാരക്കര, തിരുവനന്തപുരം, പത്തനംതിട്ട ആ ഭാഗത്തേക്ക് പറഞ്ഞു, ആ റോഡിലെല്ലാം വലതുവശത്തൂടെ വണ്ടികൾ വളവെടുക്കുന്ന, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും നമ്മുടെ വണ്ടികളും, കൂടുതലും തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികൾ വളരെ ഫാസ്റ്റായിട്ട് റൈറ്റ് സൈഡ് കയറി വരികയാണ്. ടേണിങ്ങിൽ ഓവർടേക്കിംഗ് ഉണ്ട്. ഈ ലൈനിനെ തീരെയും പരിഗണിക്കാതെയാണ്, ലൈനിനെ പറ്റി പരിഗണിക്കാതെ അവർ ഓടിച്ച് കയറുകയാണ്. അപ്പോൾ അത് പിടിക്കാനായിട്ടൊരു സംവിധാനം ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ഇന്നത്തെ കാര്യം ദൗർഭാഗ്യകരമായി പോയി. നമ്മൾ കുറച്ചുകൂടി എൻഫോഴ്സ്മെൻറ്റ് വാഹനങ്ങളുടെ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ വാഹനം പുതുതായി വാങ്ങുന്നുണ്ട്, ഇനി കുറച്ച് വാഹനങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. അത് ഫയലിങ്ങിന് ഫൈനാൻസിൽ ഇരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ വാഹനമില്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളെല്ലാം ഒതുക്കി. നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വാഹനമില്ലാത്തൊരു നിലയിലാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആളില്ലാത്ത പ്രശ്നമല്ല. ഇപ്പോൾ വാഹനം അടിയന്തരമായിട്ട് ലഭ്യമാക്കണം. 20ഓളം വണ്ടികൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്. പിന്നെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് ഒരു 10-25 വണ്ടിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് 1 വർഷത്തോളമായി അനുവാദം കിട്ടിയിട്ട്, പക്ഷേ ഇതുവരെ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. ഈ രാത്രികാല പരിശോധന മോട്ടോർ വാഹന വകുപ്പ് അല്ലാതെ സംയുക്തമായി നടത്തേണ്ടതാണ്. പോലീസ് ഒരു നിർണായകപ്പെട്ട ഘടകമാണ്. മുമ്പ് നമ്മൾ ഈ രാത്രികാല വാഹനങ്ങൾ ഓടുന്ന വാഹനങ്ങൾക്ക് ഈ ചുക്കുകാപ്പി കൊടുക്കുന്ന കോർണർ, അവരെ ഈ ഉറക്കത്തിൽ വാഹനാപകടം ഉണ്ടാകാതിരിക്കാനുള്ള അവയർനെസ് ഒക്കെ നടത്തിയിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാത്രി ഓവർ സ്പീഡ് പോകുന്ന വാഹനങ്ങൾ മാക്സിമം കിട്ടുക ഫൈനാണ്. അങ്ങനെ റാഷ് ഡ്രൈവിംഗ് നടത്തുന്ന വാഹനങ്ങളെ CCTV വഴി ട്രേസ് ചെയ്യാനോ അവരെ വിളിച്ചു വരുത്താനോ അങ്ങനെ എന്തെങ്കിലും ഫോളോ അപ്പ് മോട്ടോർ വാഹന വകുപ്പിൽ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. അത് ചെക്ക് വേറെ ചില ഈ ട്രാഫിക് ഇതുമായി ബന്ധപ്പെട്ട ചില NGOകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അവരെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു പദ്ധതിയുണ്ട്. ഈ രാത്രി ഓപ്പറേഷനിൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയില്ല എന്നുള്ളത്. അപ്പോൾ വണ്ടി കൂടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പൂൾ ചെയ്തുകൊണ്ട് ഈ ഡ്രൈവിൻ്റെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ നേതൃത്വം കൊടുക്കും. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും എറണാകുളം ജില്ലകളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളൊരു ഡ്രൈവ് അവിടെ നടത്താൻ തീരുമാനിച്ചിട്ട് പിന്നെ ഈ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഒരു ആശയം പറഞ്ഞിട്ടുണ്ട്. ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് വണ്ടിയുടെ യാത്ര, അപ്പോൾ ക്യാമറ കാണില്ല. അപ്പോൾ അവർ റെക്ലെസ് ആയിട്ട് ഓടിച്ചു വരുന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് ക്യാച്ച് ചെയ്യാനുള്ളൊരു നടപടിയാണ് എടുക്കുക. അതായത് നമ്മളൊരു ഈ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് വണ്ടി വഴിയിൽ കൈനാണിച്ച് നിർത്തി പരിശോധിക്കുന്നതിനപ്പുറം റണ്ണിങ്ങിനുള്ള ഒഫൻസുകളാണ്. ഒരു രാജ്യത്തും ഈ വണ്ടി കൈയാണിച്ച് നിർത്തി RC ബുക്ക് പരിശോധിക്കുന്ന പരിപാടിയില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ അതുള്ളൂ. അതൊരു പരിശോധനയായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ, അപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് കാറൊക്കെയാണുള്ളത്, അത് അതിൻ്റെ കൂടെ ചേസ് ചെയ്യാനൊന്നും പറ്റില്ല.
മൂവ് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ചെയ്ത് അവിടുന്ന് തന്നെ എവിടെയാണ് ഈ ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഫൈൻ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളെ പ്രായോഗികമാകണമെങ്കിൽ വാഹനങ്ങൾ വേണം. മറ്റ് സ്ഥലങ്ങളിലെ വാഹനങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എടുക്കുക മാർഗ്ഗമുള്ളൂ, പുതിയ വാഹനങ്ങളില്ല. അപ്പോൾ ആ വാഹനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ള ഗവൺമെൻറ് വളരെ അത്യാവശ്യമാണ്. ഇത് കഴിഞ്ഞ ദിവസവും ധനകാര്യ വകുപ്പിനോട് വളരെ ഇതായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വണ്ടി തന്നേ പറ്റൂ, വണ്ടി ഇല്ലാതെ പറ്റില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക് വാഹനം നമ്മൾ ശബരിമലയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, സേഫ് കേരളമായി ബന്ധപ്പെട്ട് മിഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയാണ്. അവിടെയും അതിൻ്റെ ഒരു എഫിഷ്യൻസി കുറഞ്ഞു വരികയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. അപ്പം നമ്പർ ഓഫ് വെഹിക്കിൾസ് കഴിഞ്ഞ വർഷം കൊടുത്തതിനേക്കാൾ കുറച്ച് വണ്ടികളെ അവിടെയും കൊടുക്കാൻ പറ്റുള്ളൂ. വലിയൊരു പ്രതിസന്ധിയാണ് വണ്ടിയില്ലാത്ത കാര്യം. റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് വണ്ടി വാങ്ങാൻ പണം അനുവദിച്ചിട്ടുണ്ട്, പക്ഷെ അതിങ്ങോട്ട് വരുന്നില്ല. വളരെ അത്യാവശ്യം വണ്ടിയാണ്. കാരണം ആളുകളുടെ പ്രശ്നമില്ല. കാരണം നമ്മളിപ്പോൾ ഈ AMEമാരെ ഇപ്പം നിയോഗിച്ചിട്ടുണ്ട്. PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് AMEമാരെ എടുത്തുകൊണ്ട് 83 AMEമാർ ഒരു 10 മാസത്തിനുള്ളിൽ ട്രെയിനിങ് പൂർത്തിയാക്കി രംഗത്ത് വരും. അവരെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഒരു കേസുണ്ടായിരുന്നു, PSC ആ ലിസ്റ്റ് തന്നു, അഡ്വൈസ് മെമ്മോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇപ്പോൾ സെലക്ട് ചെയ്ത് അടുത്ത മാസം തൊട്ട് ട്രെയിനിങ് ആരംഭിക്കും. അപ്പോൾ എണ്ണത്തിലുള്ള പ്രശ്നമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം, ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിയമിക്കാം. പക്ഷേ വാഹനത്തിൻ്റെ അസൗകര്യമാണ് ഏറ്റവും വലിയ അസൗകര്യം. പല ഓഫീസുകളിലും ഒരു വാഹനം പോലും ഇല്ല. ഒരു വാഹനമെങ്കിലും ഒരു മിനിമം ഒരു ഓഫീസിൽ വരണ്ടേ, അതില്ലാത്തൊരവസ്ഥയാണ്.